മതിയില്ലേ? വീഡിയോയിൽ കയറ്റുക. വീഡിയോ കേട്ടുണ്ടല്ലോ. ഇപ്പൊ എന്നെ കാണണ്ട. ഓ ഫുള്ളായിട്ട് മുണ്ട വെച്ചിട്ട്. ബഹുമാനപ്പെട്ട നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 6 പഞ്ചായത്തുള്ള ഈ ആശുപത്രിയാണ് നെന്മാറ ഗവൺമെൻറ് ആശുപത്രി. നെന്മാറ ഗവൺമെൻറ്റിൻ്റെ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ എന്ന് പറയുമ്പോൾ, നേരത്തെ ഇവിടെ മോർച്ചറിയിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒക്കെ വിവാദ പ്രശ്നം പറഞ്ഞതിലൊക്കെ പാലക്കാട് കൊണ്ടുപോവുകയാണ്. ഈ പാലക്കാട് കൊണ്ടുപോയിട്ട് ഇവിടുന്ന് വളരെ ചിലവ്, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. പിന്നെ നെന്മാറ ഗവൺമെൻറ് ആശുപത്രിയിൽ നേരത്തെ 100 കിടക്കുകയുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മളിവിടെ പ്രസവം ഒക്കെ ഇവിടെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ, ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ ഈ ഒരു മുള്ളു കുത്തിയാലടക്കം ഇപ്പോൾ ചികിത്സയില്ല. ഒക്കെ ഇതായിരിക്കുക. വാർഡ് ഇവിടെ ഒരു 10-80 കിടക്കുള്ള വാർഡ് മൊത്തം കൂട്ടിപ്പോയിരിക്കുക. അതിൻ്റെ ശോചനീയാവസ്ഥ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ കിടത്തി ചികിത്സയില്ല. ഒന്ന് പ്രൈവറ്റ് ആശുപത്രിക്ക് വേണ്ടിയിട്ട് സർക്കാർ കുടവൊഴിക്കുക. പ്രൈവറ്റ് ആശുപത്രിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നെന്മാറ ഗവൺമെൻറ് ആശുപത്രി താലൂക്ക് ആശുപത്രിയെ ഉണർത്തുന്ന ഒരു പരിപാടിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, 30-40 വർഷം മുമ്പ് ദേവയാനി, വർക്ക്മാൻ, ഡോക്ടർ ജോൺ വർക്ക്മാൻ, ഇവരൊക്കെ ഡോക്ടർമാരെ ഇരിക്കുമ്പോൾ നല്ല സേവനം കിട്ടിയ നെന്മാറ ആശുപത്രി നേരത്തെ ഇവിടെ നെന്മാറ എന്ന് പറയുമ്പോൾ ആലത്തൂർ ആശുപത്രി, ചിറ്റൂർ ആശുപത്രി പോലെ ഉള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൽ പലരും സമരം ചെയ്തു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പലരും സമരം ചെയ്തു. 35 വർഷമായിട്ട് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. ഈ CPMൻ്റെ ഭരണകർത്താക്കൾ ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. കുറച്ച് ബിൽഡിംഗ് കെട്ടിയത് കൊണ്ട് കാര്യമില്ല. ഇതിനാ വിദഗ്ധ ഡോക്ടർമാർ, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാർ, പ്രസവ വാർഡ്, പിന്നെ എല്ലിൻ്റെ ഡോക്ടർമാർ, ഒരു 6 ഡോക്ടർമാരുണ്ടെങ്കിൽ 24 അവേഴ്സും ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടു, വിവരാവകാശപ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ എല്ലാ മെയിൻ ഡോക്ടർമാർ വേണമെന്നാണ് പറഞ്ഞത്. ഈ ഡോക്ടർമാരുണ്ടെങ്കിൽ ഇവിടെ കിടത്തി ചികിത്സ നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു പനി വന്നാൽ പോലും ഇവിടെ ചികിത്സയില്ല. പ്രസവത്തിന് വളരെ ബുദ്ധിമുട്ടണം. ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് പ്രസവം എടുക്കുന്നത്. ഓരോ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അപ്പം നെന്മാറ ആശുപത്രി സർക്കാർ ഇത്രയും സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ, എല്ലാ ആശുപത്രിക്കും ചെയ്യുമ്പോൾ നെന്മാറ ആശുപത്രി എന്തുകൊണ്ട് ഇടുന്നത്? ഇതിന് ശക്തമായ പ്രക്ഷോഭം ഇനി ആരംഭിക്കും. അതുമാത്രമല്ല, നെന്മാറ ഗവൺമെൻറ് ആശുപത്രി ഇത് നടന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ അറിയിച്ചു.